Earn Marks, your perfect learning partner. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കേട്ടോ. സോ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും പറയാനുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും പറയാനുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിരിക്കും നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്തുണ്ടാവും, പെയർ ഓഫ് ടെസ്റ്റസ് ഉണ്ടാവും. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൽ സെക്സ് ഓർഗൻ ആണ് അല്ലെങ്കിൽ മെയിൽ ഗൊണാഡാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇതൊരു സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെയുള്ള സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ ആവുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, രണ്ട് ടെസ്റ്റിസ് ഉണ്ടാവും, എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടാവും. ഓക്കെ, രണ്ട് ടെസ്റ്റിസുകൾ ഉണ്ടാവും. സോ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ് എന്ത്, മെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ മെയിൽ ഗൊണാഡ്സ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഗൊണാഡ് അപ്പോൾ ഏതായിരിക്കും, ഓവറിയാണ് ഫീമെയിൽ ഗൊണാഡ്സ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിസിൻ്റെ മുകളിൽ കാണുന്ന ഒരു ഈ ഒരു സ്ട്രക്ചറില്ലേ, ഒരു കവറിങ് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ലെയറാണ് എന്ത്, എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നിന്നാണ് ആര് ഫോം ചെയ്യുന്നത്, സ്പേംസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ എപ്പിഡിഡിമിസിൽ നിന്ന് എത്തിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എപ്പിഡിഡിമിസിൽ നിന്ന് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഇതിനെ നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ, വരച്ചിട്ട് കാണുന്നുണ്ടോ, ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. വാസ് ഡെഫറൻസ്, ഈ വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബിലൂടെ നമ്മളിതിനെ എങ്ങോട്ട് എത്തിക്കുക ചെയ്യുന്നത്, യൂട്രസിന്റെ ഭാഗം, യൂറീത്രയുടെ ഭാഗത്തോട്ട്. ഇതാണ് ഈ യൂറീത്ര എന്ന് പറയുന്ന പോർഷൻ. ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കണ്ടില്ലേ, ഇതാണ് യൂറീത്ര എന്ന് പറയുന്നത്. അപ്പൊ യൂറീത്രയിലോട്ട് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പിഡിമിസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ നേരത്തെ കോക്രോച്ചിന്റെ കേസിൽ ഒരു സ്ട്രക്ചർ പറഞ്ഞില്ലേ, ഇതേപോലെ ഒരു സ്ട്രക്ചറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെസ്റ്റിസിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്പേംസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എപ്പിഡിമിസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്പേംസ് എന്ന് പറയുന്നതിന് എല്ലാ കേപ്പബിലിറ്റി ഉള്ളൊരു സ്പേം ആയിരിക്കില്ല ടെസ്റ്റിസിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്പേം എന്ന് പറയുന്നത്. അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഇതിനെ ഈ എല്ലാ ഫങ്ഷൻസും ഇതിന് കിട്ടുന്നത് എപ്പിഡിമിസിൽ വന്നിട്ട് ഇതിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്താണ്. സോ എപ്പിഡിമിസിൽ നിന്ന് ആവശ്യം വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, വാസ് ഡെഫറൻസിലൂടെ ഇത് യൂറീത്രയുടെ പോർഷനിലോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. ഈ യൂറീത്ര എങ്ങനെയാണ് പോകുന്നത്, പെന്നിസിന്റെ ഉള്ളിലാണ് യൂറീത്ര ഉള്ളത്. ഇതാണ് പെന്നിസ് എന്ന് പറയുന്നത്. ഓർഗൻ ഓഫ് കോപ്പുലേഷൻ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് പെനിസ്. അതായത് മെയിൽസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഭാഗമാണ് പെനിസ് എന്ന് പറയുന്നത്. ഇതാണ് ഫീമെയിലിന്റെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന യുറീത്രയിലൂടെയാണ് ആര് പുറത്തോട്ട് വരുന്നുണ്ടാവുക, സ്പേം വരും. ഒരൊറ്റ സ്പേം ആയിട്ടാണോ വരിക, അല്ല, സെമൻ എന്ന് പറയുന്ന ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലൂയിഡ് ആയിട്ടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. ആൻഡ് ദിസ് സെമൻ കൺസിസ്റ്റ് ഓഫ് ഒരു സ്പേം അല്ല, മില്യൺസ് ഓഫ് സ്പേം. ഓക്കെ, മില്യൺസ് ഓഫ് സ്പേംസ് ഈ പറയുന്ന സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഉണ്ടാവും. സോ ഈ ദിസ് സെമൻ എന്ന് പറയുന്ന fluid, it is ejaculated through യുറീത്ര. ആൻഡ് യുറീത്രയുടെ പുറത്തുള്ള ആ ഒരു കവറിങ് ആണ് പെന്നിസ് എന്ന് പറയുന്നത്. പെന്നിസ് എന്ന് പറയുന്ന ആ ഒരു ഇന്റഗ്മെന്ററി സ്ട്രക്ചർ ആണ്, സ്കിന്ന് കൊണ്ട് ഉണ്ടാവുന്ന പുറത്തുള്ള ഒരു കവറാണ്. അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്, യുറീത്ര ഉള്ളത്. ഈ യുറീത്രയിലൂടെ സ്പേം മാത്രമല്ല, അല്ലെങ്കിൽ സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് മാത്രമല്ല പോകുന്നത്, മെയിൽസ് യൂറിനേറ്റ് ചെയ്യുന്നതും ഈ ഒരു പാത്വേയിലൂടെ തന്നെയാണ്. കോമൺ പാത്വേ ആണ്. മെയിൽസിന്റെ കേസിൽ യുറീത്ര എന്ന് പറയുന്നത് സ്പേമിനും അതേപോലെ തന്നെ യൂറിനും പോവാനുള്ള കോമൺ പാത്വേ ആണ്. ഓക്കെ, ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൻ്റെ കൂടെ തന്നെ ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ അബ്ഡോമിനൽ ഓർഗനാണ്. അബ്ഡോമിൻ്റെ താഴെയായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ആൻഡ് ഈ ടെസ്റ്റിസിൻ്റെ പുറത്ത് സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സ്കിൻ ഇൻറ്റഗ്മെൻ്ററി ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടാണുള്ളത്. ഫോർ തെർമോ റെഗുലേഷൻ, അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റിസിനെ ഒരു ഇൻറ്റഗ്മെൻ്ററി പൗച്ചിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേംസ്, ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നിന്ന് സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ ഈ സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ല. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2-3 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. അപ്പോൾ ആ ഒരു
ലോവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റഗുമെൻ്ററി കവറിംഗ് ആണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ടെസ്റ്റിസ് എന്ന് പറയുന്നതാണ് മെയിൽ ഗൊണാഡ് എന്ന് പറയുന്നത്. അത് എക്സ്ട്രാ അബ്ഡോമിനലായിട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ആ ടെസ്റ്റിസിന്റെ പുറത്ത് കാണുന്ന ഇൻറ്റഗുമെൻ്ററി കവറിംഗ് ആണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്, വിച്ച് ഹെൽപ്സ് ഇൻ സ്പെർമറ്റോജെനസിസ്, വിച്ച് ഹെൽപ്സ് ടെമ്പറേച്ചർ റെഗുലേഷൻ ഫോർ ദ നോർമൽ സ്പെർമറ്റോജെനസിസ് പ്രോസസ്. ഓക്കെ, ഇനി ടെസ്റ്റിസിന്റെ പുറത്തുനിന്നല്ല, അതിന്റെ മുകളിലായിട്ട് അപ്പർ ലെയറിലായിട്ട് ഒരു എപ്പിഡെമിസിന്റെ കവറിങ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോർ സ്പേംസ്. ഈ എപ്പിഡെമിസ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിലാണ്. ആൻഡ് ദിസ് വാസ് ഡെഫറൻസ് ഇസ് ഓപ്പൺഡ് ടു യുറീത്ര. ഓക്കെ, അപ്പോൾ ഈ വാസ് ഡെഫറൻസിലൂടെ യുറീത്രയിലൂടെ ഇത് ഫീമെയിൽസിന്റെ ബോഡിയിലോട്ട് എൻട്രി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, Earn Marks, your perfect learning partner.